സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് തദ്ദേശ സ്വയം. ഇറാഖിൽ കുടുങ്ങിയ 46 നഴ്സുമാരെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ നയതന്ത്രത്തിലെ ചരിത്രപരമായ വിജയമാണെന്ന് സ്പീക്കർ പ്രത്യേക പരാമർശം നടത്തി. രാഷ്ട്രീയത്തിന് അതീതമായ മനുഷ്യത്വത്തിന്റെ വിജയമാണിതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും നൽകണമെങ്കിൽ അത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ ക്രെഡിറ്റ് നൽകേണ്ടത് നഴ്സുമാരുടെ മനോധൈര്യത്തിനാണ്. ഇവരുടെ തൊഴിൽ, കടം തിരിച്ചടയ്ക്കൽ എന്നിവ ചർച്ച ചെയ്യാൻ 11-ന് പ്രത്യേക യോഗം ചേരും. തൂത്തുക്കുടി സ്വദേശിയായ നഴ്സ് ഉൾപ്പെടെ 46 പേരെയും ജോലി വാഗ്ദാനം ചെയ്തവരെയും വിളിച്ചു ചേർക്കും. വാഗ്ദാനങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് സർക്കാർ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇറാഖിൽ ഇപ്പോഴുള്ളവരിൽ തിരികെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരാൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റു കാര്യങ്ങളിൽ അല്പം സാവകാശം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം പാസ്പോർട്ട് കയ്യിലില്ല, പാസ്പോർട്ട് കിട്ടണം, ഞങ്ങൾ പോരാൻ തയ്യാറാണ് എന്നറിയിച്ചിട്ടുള്ളവരുടെ എല്ലാം ലിസ്റ്റ് നമ്മൾ നോർക്കയിൽ എടുത്തിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ ഇന്ത്യൻ എംബസിക്കും വിദേശ മന്ത്രാലയത്തിനും കൈമാറി. നഴ്സുമാരുടെ മാന്യമായ രീതിയിൽ പെരുമാറിയ പട്ടാളക്കാരുടെ നടപടി ശ്രദ്ധേയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇവരുടെ സഹായത്തിന് തിരിച്ചും നന്ദി കാണിക്കണമെന്നും VS ആവശ്യപ്പെട്ടു. സ്നേഹമസൃണമായി പെരുമാറിയ പട്ടാളക്കാരെ ഭീകരർ എന്ന് പറഞ്ഞാണ് നമ്മിൽ പലരും ആക്ഷേപിക്കുന്നതെന്ന കാര്യം ഓർക്കണം. മീഡിയ 1 തിരുവനന്തപുരം.